പ്രിയമുള്ളവരെ, വചനജ്വാല 1224 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി 6 തിങ്കളാഴ്ച എല്ലാവർക്കും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. കർത്താവിൻ്റെ അഭിഷിക്തൻ. ജനതകൾ ഇളകി മറിയുന്നതെന്തിന്? ജനങ്ങൾ എന്തിന് വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനും എതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു. ഭരണാധിപന്മാർ കൂടിയാലോചിക്കുന്നു. അവർ വെച്ച വിലങ്ങുകൾ തകർക്കാം. അവരുടെ ചങ്ങല പൊട്ടിച്ച് മോചനം നേടാം. സ്വർഗത്തിലിരിക്കുന്നവൻ അത് കേട്ട് ചിരിക്കുന്നു. കർത്താവ് അവരെ പരിഹസിക്കുന്നു. അവിടുന്ന് അവരോട് കോപത്തോടെ സംസാരിക്കും. ക്രോധത്തോടെ അവരെ സംഭീതരാക്കും. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എൻ്റെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്ന് അരുളി ചെയ്യും. കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രനാണ്. ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ഇരുമ്പ് ദണ്ടുകൊണ്ട് നീ അവരെ തകർക്കും. മൺപാത്രത്തെ എന്ന പോലെ നീ അവരെ അടിച്ചോടിക്കും. രാജാക്കന്മാരെ വിവേകമുള്ളവരായിരിക്കുവിൻ. ഭൂമിയുടെ അധിപന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഭയത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവിൻ. വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ. അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുകയും ചെയ്യും. അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു. കർത്താവിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് യേശുവിൻ്റെ പ്രത്യക്ഷീകരണ ദിനമായി ആചരിക്കുന്ന ദിവസമാണ്. ഗ്രീക്കിൽ നിന്നും നിഷ്പദിച്ച ഒരു ഇംഗ്ലീഷ് പദമാണ് എപ്പിഫനി. സുറിയാനിയിൽ ദനഹ തിരുനാൾ എന്നാണ് പറയുക. യേശുവിൻ്റെ പ്രത്യക്ഷീകരണം അഥവാ ഉദയം എന്നാണ് ഇതിനർത്ഥം. യേശുവിൻ്റെ ജനനം ആദ്യമായി വെളിപ്പെട്ടത് ആട്ടിടയന്മാർക്കാണ്. പിന്നീട് 3 പൂജ്യ രാജാക്കന്മാർക്കാണെന്നും വിജാതീയ ശാസ്ത്രജ്ഞന്മാർക്കാണെന്നും പറയപ്പെടുന്നുണ്ട്. ക്രിസ്തു ജനിച്ചത് യഹൂദരുടെ മാത്രം രക്ഷകനായിട്ടല്ല, ലോകം മുഴുവനുമുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ്. പരസ്യ ജീവിതത്തിന്റെ പ്രാരംഭത്തിൽ സ്ത്രീ സ്വീകരിച്ച സ്നാനജ്ഞാനത്തിന്റെ പ്രതീകമായും എപ്പിഫനിയെ കാണുന്നവരുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ പിറന്ന നാളുകളിൽ പൗരസ്ത്യ ദേശത്തു നിന്നുള്ള ശാസ്ത്രജ്ഞന്മാർ ജെറൂസലേമിലെത്തി യഹൂദന്മാരുടെ രാജാവ് എവിടെയാണ് ജനിച്ചതെന്ന് ഹെറോദേസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയി അന്വേഷിച്ചു. പരിഭ്രാന്തനായ ഹെറോദേസ് രാജാവ് തൻ്റെ പ്രധാനാചാര്യന്മാരെയും നിയമജ്ഞന്മാരെയും വിളിച്ച് ചോദിച്ചപ്പോൾ രക്ഷകൻ ബെത്ലഹേമിൽ തന്നെയാണ് ജനിക്കുന്നതെന്ന് മനസ്സിലായി. രാജാക്കന്മാരോട് തിരികെ ഈ വഴി വരണമെന്നും വിവരങ്ങൾ എന്നെ അറിയിക്കണമെന്നും പറഞ്ഞ് ഹെറോദേസ് അവരെ യാത്രയാക്കി. അവർ പുറത്തിറങ്ങിയപ്പോൾ അതുവരെ അവരെ നയിച്ച നക്ഷത്രം വീണ്ടും അവർക്ക് വഴികാട്ടിയായി. അവർ മുന്നോട്ടു പോയി മറിയത്തെയും ഉണ്ണി യേശുവിനെയും കണ്ട്
സാഷ്ടാംഗം വീണ് ആരാധിക്കുകയും തങ്ങളുടെ നിക്ഷേപ പാത്രം തുറന്ന് സ്വർണവും കുന്തിരിക്കയും നറും പശയും കാഴ്ചവെക്കുകയും ചെയ്തു. ഈശോയുടെ രാജ്യത്വവും ദൈവത്വവും മനുഷ്യത്വവും ദ്യോതിപ്പിക്കുന്നവയാണ് ഈ കാഴ്ചകൾ. ഈ ആട്ടിടയന്മാരോട് ചേർന്ന് 3 പൂജ്യ രാജാക്കന്മാരോട് ചേർന്ന് ശാസ്ത്രജ്ഞന്മാരോടും ചേർന്ന് ഉണ്ണി യേശുവിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായി യാചിക്കാം. പ്രിയരെ, ഇന്ന് തന്നെയാണ് ജീവിതകാലം മുഴുവൻ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ അതീവ ഭക്തനായിരുന്ന വിശുദ്ധ ആന്ദ്രേ ബെസറ്റിൻ്റെയും നമ്മൾ അനുസ്മരിക്കുന്ന ദിവസം. വിശുദ്ധ ആന്ദ്രേ ബെസറ്റിൻ്റെയും ഉണ്ണി യേശുവിൻ്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു.